എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ന്റെ 14 മുതൽ 16 വരെ. തുയത്തൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ വ്യത്യസ്തമായ ആളുകൾ ദൈവവചനം കേൾക്കുകയും ശ്രദ്ധിക്കുകയും വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യുന്ന ചരിത്രം ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. 14-ാമത്തെ വാക്യത്തിലും 16, 30 തുടങ്ങിയ വാക്യങ്ങളിലെല്ലാം നമ്മളിത് കാണുന്നു. പൗലോസും സംഘവും ഫിലിപ്പിയിലെത്തി. മക്കദോനിയയുടെ ആ ഭാഗത്തെ പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതുമായിരുന്നു ഇത്. 10 പേരുണ്ടെങ്കിൽ ഒരു സിനഗോഗ് അനുവദിച്ചിരുന്നുള്ളൂ. അവിടെ അത്രയും ഇല്ലായിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് പുഴവക്കത്തെ പ്രാർത്ഥനാ സ്ഥലത്ത് സംബന്ധിച്ച് സുവിശേഷം അറിയിക്കാൻ അവസരം കിട്ടി. ലുദിയായും കുടുംബവും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു. ധനാഢ്യയായ ഒരു വ്യവസായിയായിരുന്നു ലുദിയ. രക്താംബരം വിൽക്കുന്നത് സാമ്പത്തിക ശേഷിയുള്ളവരുടെ ഒരു വ്യവസായമായിരുന്നു. സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവർ എന്ന് ലുദിയായെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. തുടർന്ന് വെളിച്ചപ്പാടത്തിയെ സൗഖ്യമാക്കിയ സംഭവമാണ്. സ്വബുദ്ധി മാറ്റി ആ സ്ഥാനത്ത് ദേവന്മാരുടെ ബുദ്ധി പ്രവർത്തിപ്പിച്ച് ലക്ഷണം പറയുന്നവരെ ആദരവോടെ ചിലർ കരുതിയിരുന്നു. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഈ വെളിച്ചപ്പാടത്തി. അവളെ ചൂഷണം ചെയ്ത് ലാഭമുണ്ടാക്കുന്നവർക്ക് പൗലോസ് അവളെ സൗഖ്യമാക്കിയത് അനിഷ്ടമായി. അങ്ങനെ ചില പ്രയാസങ്ങളുണ്ടായി. സുവിശേഷകർ കാരാഗൃഹത്തിൽ പോകേണ്ട അവസ്ഥ വരെ അതുമൂലമുണ്ടായി. സ്ഥാപിത താല്പര്യങ്ങൾക്ക് വിഘാതമുണ്ടാകുമ്പോൾ ശത്രുതയിലാകുന്ന ധാരാളം ആളുകൾ അന്നും ഇന്നുമുണ്ട്. കാരാഗൃഹത്തിലെ അനുഭവങ്ങൾ കാരാഗൃഹ പ്രമാണിയും കുടുംബവും കർത്തൃഭാഗത്ത് വരുന്നതിന് ദൈവം ഉപയോഗിച്ചു. 30-ാം വാക്യത്തിൽ ലുദിയ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ നിന്നാണെങ്കിൽ അടിമ പെൺകുട്ടി ലക്ഷണം പറഞ്ഞവൾ താഴേക്ക് ഇടയിൽ ഉള്ളവളാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് കാരാഗൃഹ പ്രമാണിയെ വിശേഷിപ്പിക്കാം. സുവിശേഷം സകലമാന പേർക്കുമുള്ളതാണ്, അതെല്ലാവർക്കും മതിയായതുമാണ്. അപ്പോൾ സാമൂഹ്യ ക്രമങ്ങൾക്ക് അതീതമായ സുവിശേഷമാണ് ഈ 3 പേരിലൂടെ നമ്മൾ കാണുന്നത്. അതിൻ്റെ മാനസാന്തരവും അനന്തരഫലവും ആദിമ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ കാര്യങ്ങളായിരുന്നു. ആത്മീയ അനുഭവമായി ഒതുങ്ങുന്നതല്ല മാനസാന്തരം. അതിന് വ്യക്തമായ ബാഹ്യ പ്രകടനങ്ങളുണ്ട്. ഒന്ന്, ലുദിയായും കാരാഗൃഹ പ്രമാണിയും സ്നാനം സ്വീകരിച്ചു. അവർ മാത്രമല്ല, കുടുംബവും എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2, ഇരുവരും ഒരർത്ഥത്തിൽ സുവിശേഷകരായി മാറി. കുടുംബാംഗങ്ങളെയും കർത്തൃഭാഗത്ത് കൊണ്ടുവന്നു. 3, ഇരുവരും സുവിശേഷകരെ ഭവനത്തിൽ സ്വീകരിച്ച് ആതിഥ്യം നൽകി. അതിഥി സൽക്കാരം കൃപാവരങ്ങളിൽ ഒന്നാണ് എന്ന എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. രഹസ്യ ശിഷ്യത്വം എന്നൊന്നില്ല. ഒന്നുകിൽ അത് പരസ്യമാകും, അല്ലെങ്കിൽ ശിഷ്യത്വം നഷ്ടമാകും. സ്നാപനത്തിലൂടെ ഞങ്ങൾ യേശുവിനോട് കൂടെ എന്ന് പരസ്യമായി സാക്ഷിക്കുകയാണ് ചെയ്തത്. അടിമയായിരുന്നവൾക്ക് യേശുവിൻ്റെ നാമത്താൽ സ്വാതന്ത്ര്യം ലഭിച്ചു. യജമാനന്മാരുടെ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രയായി. അവൾ സ്നാപനം സ്വീകരിച്ചതായി എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ലുദിയായുടെയും മറ്റും കൂട്ടായ്മ അവൾക്ക് ലഭിച്ചിരുന്നു എന്ന് ഫിലിപ്പിയിലെ വിശ്വാസ സമൂഹത്തിൽ അവളും ക്രിസ്തുവേശുവിൽ മുതിർന്നു വന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം ഈ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വാക്കുകളേക്കാൾ ഉറക്കെ സംസാരിച്ച പ്രവർത്തികൾ.
27ഉം 28ഉം വാക്യങ്ങൾ നോക്കുമ്പോൾ ഫിലിപ്പിയിൽ സ്നാപനം സ്വീകരിച്ച 2 കുടുംബങ്ങളിൽ ലുദിയ ദൈവഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. കാരാഗ്രഹ പ്രമാണിയെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. കൊർന്നലിയോസിനെ പോലെ അന്വേഷക എന്ന് ലുദിയയെക്കുറിച്ച് പറയാം. തികച്ചും വിജാതീയനായിരുന്ന കാരാഗ്രഹ പ്രമാണി ദൈവഭാഗത്ത് വന്നത് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും വിശ്വസ്തത മൂലമാണെന്ന് നമുക്ക് കരുതാം. കാരാഗ്രഹം തുറക്കപ്പെട്ടു, ബന്ധനങ്ങൾ അഴിഞ്ഞു, വേണമെങ്കിൽ അവർക്ക് ഓടി രക്ഷപ്പെടാം. കൽത്തുറുങ്ക് ദേവാലയമാക്കിയ സുവിശേഷകരുടെ മാർഗം ശ്രേഷ്ഠമേറിയതാണ്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ മാർഗം. പ്രവർത്തനമല്ല, പ്രതികരണമാണ് മാർഗത്തിൻ്റെ അളവുകൾ. പ്രതിസന്ധികളെ പരിശുദ്ധാത്മാവ് അവസരങ്ങളാക്കും. കാരാഗ്രഹം സുവിശേഷ പ്രസംഗ വേദിയായി. കാരാഗ്രഹ പ്രമാണി മാനസാന്തരപ്പെട്ടു. നമുക്ക് നേരിടേണ്ടുന്ന ഉപദ്രവങ്ങളുടെയും മറ്റ് പ്രയാസങ്ങളുടെയും മധ്യത്തിൽ കൊടി പിടിക്കുന്നതിനോ പരസ്യമായി എതിർത്ത് പ്രതികരിക്കുന്നതിനോ ഒന്നുമല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആദിമസഭയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഏത് പീഡനവും ഉപദ്രവവും ശാന്തതയോടെ സമചിത്തതയോടെ സഹിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്തതായിരുന്നു അവരുടെ പ്രസംഗത്തെക്കാൾ വലിയ സാക്ഷ്യം. ഇന്നും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ സൽപ്രവൃത്തികളാൽ മറ്റുള്ളവരെ കർത്താവിലേക്ക് ആകർഷിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ആയുസ്സിൽ വീണ്ടും നൽകിയല്ലോ കർത്താവേ. പുതിയ പകലിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പ്രവൃത്തി സാക്ഷ്യമുള്ളതായിരിക്കാൻ സഹായിക്കണമേ. വാക്കുകളേക്കാൾ നന്നായി ആഴത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രവൃത്തികളെ സുതാര്യമുള്ളതാക്കി തീർക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ കൂടെ ഇരിക്കണമേ. പ്രയാണങ്ങളിൽ സഹയാത്രികനായിരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ വാതായനങ്ങൾ തുറക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.